അങ്ങനെയാണ് ഇത് ചില ആളുകൾ. ഹിന്ദിക്കാരെങ്ങനെയാണ്, ഹിന്ദിക്കാർ കേൾക്കുന്ന അടിച്ചില്ല. ഇവിടെ ചോദിച്ചു ആപ്പ് മുസൽമാൻ ആപ്പ് ഹിന്ദു ഇത് വരുന്നുണ്ട്. ഇത്രത്തോളം ഒരു ഒരു ലെവലിൽ വരും ചെയ്യും. അജതൊക്കെ ഉണ്ട് ചിലപ്പോൾ ഹിന്ദിക്കാർ കണ്ടമാനാ ഈ ഇതൊക്കെ തലക്കണി പിടിച്ചിട്ട് മതഭ്രാന്തന് കയറിയിട്ട്. ഇപ്പൊ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാലോ ഹിന്ദിക്കാർ വെച്ചാലോ ഓ കേരള അച്ഛായ, മുസ്ലിം അച്ഛായ, ഹിന്ദു അച്ഛായ, ക്രിസ്ത്യൻ അച്ഛായ. ഇന്ത്യത്ത് ഉണ്ടായിരുന്നു ഇവർ കുറച്ച് 24 ആളിൻ്റെ അടുത്ത് ജോലി തിന്നു. 24 ഹിന്ദിക്കാർ, അതിൽ എല്ലാ ജാതിയുണ്ട്. എനിക്കത് അറിയില്ല. ആദ്യം 8 പേരുള്ളതിനും 8 പേരും ഇതാണ് ഹിന്ദുസും. തന്നെ വേറെന്താ ഓടി ചോദിച്ചു ടീമാണ്. പിന്നെ കുറച്ച് മുസ്ലിംസ് വന്നു പണിക്ക്. അപ്പോഴല്ലേ ഇവർ പറഞ്ഞേ, അന്ന് ഇവർ രാവിലെ ജോലിക്ക് എത്തിക്കഴിഞ്ഞു. ജോലിക്ക് എത്തിയിട്ട് ഇവർക്ക് ഞാൻ പിന്നെ ഇവർ തമ്മിൽ യാതൊരു ലോകവുമില്ല, ഒരു ബന്ധവുമില്ല, മുണ്ടില്ല. ഒക്കെ ആസാമീസ്. അതാ രസം. ഒരേ ആസാമീസ് ആളുകൾ, ഒരേ ഭാഷ, പക്ഷെ മുണ്ടില്ല. ആദ്യം വന്നത് ഒരു 7 ആളുണ്ട്, അവർ ഹിന്ദുക്കളാണ്. പിന്നെ വീണ്ടും പണിക്കാരാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ വേറെ ആൾ വന്നത് മുസ്ലിംസാണ്. ഇവർ ടീമായിട്ട് അടക്കുക. നമ്മുടെ നാട്ടിലമാതിരി മിക്സ് ആയി നടക്കില്ല. ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം. ഇങ്ങനെ മുസ്ലിംസ് രാവിലെ തന്നെ ജോലിക്കിറങ്ങി 8 മണിക്ക് തന്നെ പണിയൊക്കെ തുടങ്ങി. ഇവർ തമ്മിലുണ്ടല്ലോ ശത്രുക്കളെ പോലെ, ഒരു ലോയൊന്നുമില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു. ഇവർ വേറെ ഭാഗത്ത് പോയിട്ട്, ഉച്ചക്കല്ല 10 മണിക്കുള്ള ഭക്ഷണം, ഇവർ വേറൊരു ഭാഗത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക. മുസ്ലിംസ് ഹിന്ദുസ് വേറെ ഭക്ഷണം കഴിക്കുക. മിണ്ടണേ ഇല്ല. പക്ഷേ ഭക്ഷണം അവിടെ കോരി ഉണ്ടാക്കുന്ന ഭക്ഷണം, ഒരു താത്തടങ്ങുന്ന ഭക്ഷണം. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലായി. രാത്രി വൈകുന്നേരം ഇവർ പറയണേ ഇവർക്ക്, ഞാൻ ഈ ഹിന്ദുക്കളെ ഇവരുടെ റൂമിൽ തന്നെ ഹിന്ദുസ് താമസിക്കണേ ആ റൂം കേപ്പുണ്ടാണോ. ഇവർ പറഞ്ഞ് ഞങ്ങൾ അടക്കൂല. മറ്റോട് ചോദിച്ചു അടക്കൂല. ഒരു ഞങ്ങൾ വേറെ പോയിക്കൊള്ളാറിന് പറ്റൂല. ഇന്ത്യ ടീം, മുസ്ലിം ടീം ഞങ്ങൾ അടക്കൂല. അപ്പോഴാണ് എനിക്ക് പ്രശ്നം മനസ്സിലായത്. ഇവരിങ്ങനെയാണ്, നാട്ടിലും ഇങ്ങനെയാണല്ലോ. ആസാമിലും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഹിന്ദു ഒരു ഏരിയ, മുസ്ലിംസ് വേറൊരു ഏരിയ, ക്രിസ്ത്യൻസ് വേറെ, പിന്നെന്താ ബർമാവിയ കുർമാവിയ എന്തൊക്കെ പറഞ്ഞാൽ വേറെ പേരിൽ കൂട്ടുന്നുണ്ട്. അവർ വേറൊരു ഏരിയ. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് റൂമൊക്കെ വേറെ ശരിയാക്കി കൊടുത്ത് അവർ 2 ഭാഗത്ത്. എനിക്ക് നഷ്ടമായി പോയി. കാരണം വേറെ റൂം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മറ്റേ തന്നെ റൂം ഉണ്ടാണ്. ഏതായാലും ഇടയ്ക്ക് ഒന്നിങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഓരോ ദിവസം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഇങ്ങനെ പറയും, മോട്ടിവേഷനായിട്ട് പറയും, എന്താ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ എങ്ങനെ കേട്ട് കണ്ടില്ലേ പറഞ്ഞ് ഇവരൊക്കെ ലോകത്തിലാലോടിക്കും. ലോകയായി ഈ 2 കൂട്ടരും, ഈ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആസാമിൽ നിന്ന് വന്നവരൊക്കെ ലോകത്തിലായി. നല്ല ലോകത്തിലായി സംസാരിക്കൽ തുടങ്ങി. ഒക്കെ ദോഷത്തായി. ഞങ്ങൾ പാടുക്കും. ഇങ്ങോട്ട് നോക്കി നമ്മളിവിടെ എൻ്റെ ജോലി ചെയ്യണ ഡ്രൈവറുണ്ട്. ഓൻ്റെ ആൾക്കാരല്ല വേറെ. നമ്മളൊക്കെ ഒപ്പം ഭക്ഷണം കഴിക്കല്, ചെറിയ കളി താമസം. ഇവരിങ്ങനെ കാണുക. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് വരുന്നത് വരെ ഇപ്പം യോഗി പറഞ്ഞില്ലേ, കേരളത്തിലേക്ക് നോക്കൂ, അവിടെ മുസ്ലിംസ് ഹിന്ദുസിനെ അങ്ങനെ കാട്ടുകയാണെങ്കിൽ കൊല്ലുണ്ടൊക്കെ പറയണേ. അവിടെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചോദിച്ചു നോക്കൂ, ഓരോ ഹിന്ദുസിനോട് ചോദിച്ചു നോക്കും, അല്ലെങ്കിൽ ഓരോ ക്രിസ്ത്യൻ ചോദിച്ചു നോക്കുക. പുറത്തുനിന്ന് വന്നേ, കേരളത്തിന് പുറത്തുനിന്ന് നോക്കാൻ ചോദിച്ചു നോക്കും. കേരളം അച്ചാഹേ അതേ പറയുള്ളൂ. അച്ചാഹേ ഭക്ഷണമാണോ കൊടുക്കുന്നുണ്ട്. ഒരു പറയാം. അപ്പോൾ കൊറോണത്തൊക്കെ പറയണേ ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. വേറെന്താ വേണ്ടി എല്ലാ ഹെൽപ്പും ഇവിടെ കിട്ടുന്നുണ്ട്. ആറാശം ഒഴിവാണ്. ഭയങ്കര ഖുഷിയാണ്. ഇവിടെ അങ്ങനെ പറയും, ഇവിടെ സ്ഥലം എന്താ വില ചോദിക്കുന്നുണ്ട്. സ്ഥലം കിട്ടുമോ ഇവിടെ താമസിക്കാൻ, വീടുത്ത് കണ്ടേ എന്തൊക്കെ അവിടെ താമസിക്കാമല്ലോ. അത്രത്തോളം ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ നാട്. നമ്മുടെ നാട്ടിൽ പരിപാടി കണ്ടിട്ടും ചന്ദ്രൻ്റെ കല്യാണത്തിനൊന്നും മുഹമ്മദാക്കാക്ക് ലീവാണ്. മുഹമ്മദാക്കാൻ്റെ കല്യാണത്തിന് ചന്ദ്രൻ ലീവാണ്. അത്രയും ബന്ധങ്ങൾ ഇവിടെ. അതാണ് കേരളം മോനെ. കേരളം ഒരു വെറൈറ്റിയാണ്. യാതൊരു സംശയമില്ല. മതസൗഹാർദ്ദത്തിൽ പുറമെയുള്ള സ്റ്റേറ്റുകൾ പറഞ്ഞാൽ വരില്ല. അത് സൗഹാർദ്ദം കാണണമെങ്കിൽ കേരളത്തിൽ കൊണ്ട് വരണം. കുറച്ചുകൂടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നടക്കില്ല. ഇവിടെ സമ്മതിക്കില്ല. അവർ എതിർക്കുന്നത് ഇപ്പോൾ നമ്മുടെ സമാധിനെയല്ലേ. സമാധി എങ്ങനെയെങ്കിലും മുസ്ലിംസിനെ കൊടുക്കാൻ നോക്കുക. സമാധി പറഞ്ഞിട്ട് മുസ്ലിങ്ങളാണ് ആ മകനാ പറഞ്ഞത്. മുസ്ലിങ്ങൾ എങ്ങനെ ഇതാക്കണം അതിലൊക്കെയാണ് അവരെ വെറുതെ പറ്റിക്കില്ല. ഇതൊരൊറ്റ മുസ്ലിംസും മുണ്ടില്ല. അവസാനം അതിനെതിരെയും ഇറങ്ങിയത് ആരാണ്? ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ തന്നെ. ഈ ഹിന്ദുക്കളും അതുപോലെ തന്നെ പിന്നെ RSS ഹിന്ദുക്കളും രണ്ടാണ്. ഒരുപാട് ദിവസമുണ്ട്.